ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീവ്ര പരിഷ്കരണ നടപടികളുടെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വോട്ടർമാരുടെ വിവരങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനാണ് ഈ നടപടി. 2026 ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചാണ് ഈ പുതുക്കൽ നടക്കുന്നത്. വീടുതോറുമുള്ള പരിശോധനയിലൂടെ അർഹരായ എല്ലാ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുകയും മരണപ്പെട്ടവർ, താമസം മാറിയവർ തുടങ്ങിയവരെ ഒഴിവാക്കുകയും ചെയ്യുന്ന സമഗ്രമായ പ്രക്രിയയാണിത്. കേരളത്തിൽ 2002 ശേഷം ആദ്യമായാണ് ഇത്രയും വിപുലമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്ന് നോക്കാം. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ പരിശോധിക്കാം. ഔദ്യോഗിക വെബ്സൈറ്റായ voters.eci.gov.in കേരള എന്ന വെബ്സൈറ്റിൽ കയറുക. നേരെ ഹോം പേജിലേക്ക് പോകും. അതിൽ സെർച്ച് ഇൻ ഇലക്ടോറൽ റോൾ എന്നൊക്കെ അവിടെ കാണിക്കും. അതിന് താഴെയായിട്ട് സെർച്ച് ബൈ എപ്പിക്, സെർച്ച് ബൈ ഡീറ്റെയിൽസ്, സെർച്ച് ബൈ മൊബൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് 3 കോളം കാണിക്കും, 3 ബോക്സ് കാണിക്കും. അതിന് നേരെ താഴെയായിട്ട് സെലക്ട് ലാംഗ്വേജ് കൊടുക്കാൻ പറയും. അതിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണോ സെലക്ട് ചെയ്യുന്നത്, മലയാളമാണ് ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. താഴെ എപ്പിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അവിടെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യുക, അതായത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് സെലക്ട് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സ്റ്റേറ്റ് കേരള എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ക്യാപ്ച തെറ്റുകൂടാതെ എൻ്റർ ചെയ്യുക. അതിന് താഴെയായിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ കരട് പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. SIRലെ പ്രധാനപ്പെട്ട തീയതികൾ ഏതൊക്കെയെന്ന് നോക്കാം. കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 2025 ഡിസംബർ 23. ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയം 2025 ഡിസംബർ 23 മുതൽ ഇന്നു മുതൽ 2026 ജനുവരി 22 വരെ. പരാതികൾ തീർപ്പാക്കുന്നത് 2026 ഫെബ്രുവരി 14 അതുപോലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് 2026 ഫെബ്രുവരി 21. പിന്നെ പ്രധാനമായും പുതിയ വോട്ടർമാരിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പട്ടികയിൽ പേരില്ലാത്തവർക്കോ പുതുതായി പേര് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഫോം 6 വഴി അപേക്ഷിക്കാം. നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ, അതായത് BLO വഴിയോ ECINET ആപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനൊപ്പം അനധികൃതമായി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ അടങ്ങിയ ASD, അതായത് ആബ്സെൻ്റ് ഷിഫ്റ്റഡ് ഡിസേഴ്സ്ഡ് ലിസ്റ്റും പരിശോധനയ്ക്കായി ലഭ്യമാകും. പേര് അന്യായമായി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരാതിപ്പെടാൻ ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.